ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗം പറയാണ്. ഇനി നമുക്ക് വേണ്ടത് ഈ APX എന്നുള്ള നമ്മുടെ അപെക്സ് ടോക്കനെയും ഈ BNB എന്നുള്ള ബിനാൻസിൻ്റെ കോയിനായ BNBയെയും നമ്മൾ നമ്മുടെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കൊണ്ടുപോകണം. ഞാൻ വളരെ സിമ്പിളായിട്ടും വളരെ മനസ്സിലാകുന്ന, ഏറ്റവും സാധാരണ ഇതുമായി ബന്ധപ്പെട്ട് ഒരറിവില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ ആണ്, വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് സമയം എടുത്തുകൊണ്ട് വളരെ മെല്ലെ പതുക്കെയാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? APX ഇവിടെ സെലക്ട് ചെയ്യാം. അസറ്റിൽ നിന്ന് APX സെലക്ട് ചെയ്തു. APX നമ്മുടെ കോയിനാണ്. ചിഹ്നം നോക്കുക, നമ്മുടെ സിമ്പിൾ നോക്കുക, APX ആണ്. നമ്മുടെ എംബ്ലം നോക്കുക, 442 അപെക്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഇതിൽ ഡെപ്പോസിറ്റ്, വിഡ്രോ, ട്രാൻസ്ഫർ 3 ഓപ്ഷൻ അടിയിൽ കാണാം. അപ്പം അതിൽ നമ്മൾ ഇവിടെ നിന്ന് വിഡ്രോ ചെയ്ത്, വിഡ്രോ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ഒഴിവാക്കി കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് ട്രസ്റ്റ് വാലറ്റിൽ നിക്ഷേപിക്കുകയാണല്ലോ. അപ്പോൾ ഡെപ്പോസിറ്റ് നിക്ഷേപിക്കുക അതെവിടെയാണ്? ട്രസ്റ്റ് വാലറ്റിലാണ്. ഈ എക്സ്ചേഞ്ചിൽ നിന്നോ ഒഴിവാക്കുകയാണ്, അപ്പോൾ വിഡ്രോ ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ ഏത് കൊടുക്കണം? വിഡ്രോ എന്നുള്ളത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ താഴെയുള്ള വിഡ്രോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. എന്ത് വന്നു? ഓൺ ചെയിൻ വന്നു, ഇന്റേണൽ വന്നു. ഓൺ ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേതെങ്കിലും എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഓൺ ചെയിൻ എന്ന് പറയുന്നത്. ഇന്റേണൽ എന്ന് പറയുമ്പോൾ സെൻഡ് ടു അതർ XT യൂസേഴ്സ്, XT എക്സ്ചേഞ്ച് തന്നെയുള്ള മറ്റുള്ളവർക്ക് അവരുടെ ഇമെയിൽ വഴിയോ ഫോൺ നമ്പർ വഴിയോ യൂസർ ഐഡി വഴിയോ നമുക്ക് വേണമെങ്കിൽ ഒരു ഫീസും ഇല്ലാതെ നമുക്ക് ഇത് അവരിലേക്ക് അയക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ XT എക്സ്ചേഞ്ച് എൻ്റെ ഒരു സുഹൃത്തായ XT എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്ന ആക്കാൻ അയച്ചു കൊടുക്കേണ്ടതെങ്കിൽ അത് ഉപയോഗിക്കാം ഒരു ഫീസും ഇല്ലാതെ. അപ്പം നമുക്ക് ട്രസ്റ്റ് വാലറ്റ് മറ്റൊരു എക്സ്ചേഞ്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് ഓൺ ചെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ അഡ്രസ്സ് കൊടുക്കണം, നെറ്റ്വർക്ക് കൊടുക്കണം, എത്രയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും? ട്രസ്റ്റ് വാലറ്റ് എടുക്കുക. ട്രസ്റ്റ് വാലറ്റ് എടുത്തു. ഇതാ ഇവിടെ ഇപ്പോൾ നിങ്ങൾ നോക്കൂ, APX ഉണ്ട്, ഐസ് കോയിൻ ഉണ്ട്, BNB ഉണ്ട്. ഇതൊക്കെ എൻ്റെ കയ്യിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ APX ക്ലിക്ക് ചെയ്യുന്നു. നോക്കുക, നമ്മുടെ എംബ്ലം BNBൻ്റെ ബിനാൻസിൻ്റെ എംബ്ലമാണത്. അപെക്സ്, ഇത്രയും അപെക്സ് ഇവിടെ ഉണ്ട്. സെൻഡ് ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ, റിസീവ് വേറെ സ്ഥലത്തിൽ നിന്ന് അപെക്സ് ഇങ്ങോട്ട് സ്വീകരിക്കാൻ. അപ്പോൾ നമുക്ക് സ്വീകരിക്കല്ലേ വേണ്ടത്. അപ്പോൾ റിസീവ്, ചില സ്ഥലത്ത് ഡെപ്പോസിറ്റ് എന്ന് കാണാം, ചില സ്ഥലത്ത് റിസീവ് എന്ന് കാണാം. അപ്പോൾ നമുക്കിവിടെ റിസീവ് എന്നാണ് കാണിക്കുന്നത്, അതെടുക്കുക. ഇതാണ് അഡ്രസ്. ഈ അഡ്രസ്സ് ഇവിടെ താഴെ കണ്ടില്ലേ, കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ xt.com വീണ്ടും നമ്മൾ തുറന്നു. ഇവിടെ അഡ്രസ്സിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓട്ടോമാറ്റിക് നെറ്റ്വർക്ക് അവിടെ വന്നു കണ്ടോ, BNB സ്മാർട്ട് ചെയിൻ, അതാണ് നമ്മുടെ നെറ്റ്വർക്ക്. അതവിടെ വന്നു, BNB നെറ്റ്വർക്കാണ്. ഇനി എമൗണ്ട് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എമൗണ്ട് എത്രയും നമുക്ക് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം. മിനിമം 42 എങ്കിലും വേണമെന്ന് അവിടെ എഴുതി കാണിക്കുന്നുണ്ട് വിഡ്രോവൽ എമൗണ്ട്. ഓക്കെ, 42 ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെറ്റ്വർക്ക് ഫീസ് അടിയിൽ കണ്ടോ, നെറ്റ്വർക്ക് ഫീസ്. ഇത് കൊണ്ടുപോകാൻ ചിലവുണ്ട്. എത്രയാ? 2 അപെക്സിൻ്റെ ചിലവുണ്ട്. അപെക്സ് ആണ് ഇവിടെ ഫീസായിട്ട് അവർ എടുക്കുന്നത്. ഇത് നേരത്തെ 1 ആയിരുന്നു, ഇപ്പോൾ അവർ കൂട്ടി 2 അപെക്സ് ആയി. കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ ചെയ്തപ്പോൾ 1 ആയിരുന്നു അപെക്സ് ചാർജ് ഉണ്ടായിരുന്നത്. കുഴപ്പമില്ല, വില കുറവായതൊന്നും നമുക്ക് അതൊന്നൊരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ
എത്രയാണ് അഡ്രസ്സ് വന്നു, നെറ്റ്വർക്ക് വന്നു, BNB. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നെറ്റ്വർക്ക് ഒന്നും ഒരിക്കലും മാറാൻ പാടില്ല. വിഡ്രോവൽ എമൗണ്ട് ഉണ്ട് അവിടെ. ഞാനിപ്പോൾ നിലവിൽ അവിടെ ഉള്ള മുഴുവൻ അപെക്സും കൊണ്ടുപോവാണ്. അപ്പം അതുകൊണ്ട് ഈ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓൾ. അപ്പോൾ അവിടെയുള്ള മുഴുവനും വന്നു 442.87. അപ്പോൾ അടിയിൽ കണ്ടില്ലേ 440 കിട്ടുക. 2 അപെക്സ് ഫീസായിട്ട് വരുന്നുണ്ട് എന്ന് അവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, വിഡ്രോ കൊടുക്കുന്നു. റെഡിൽ എഴുതി കാണിക്കുന്നുണ്ട്, എല്ലാം നിങ്ങൾ സൂക്ഷിച്ചു വേണം ചെയ്യാൻ. തെറ്റിപ്പോയാൽ ഈ ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും കേട്ടോ എന്നാണ് അവിടെ എഴുതി കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കൺഫേം. ഇതാണ് ഇനി പ്രശ്നം. ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ, OTP, ഇമെയിലിൽ OTP ഒക്കെ വേണം. ഞാൻ ഇമെയിൽ OTP കൊടുക്കുകയാണ്. ഇമെയിൽ പോയിട്ടുണ്ട്. എൻ്റെ ഇമെയിൽ ഇവിടെ ഇമെയിൽ കൊടുത്തു. എൻ്റെ ഇമെയിൽ xt.com വന്നിട്ടുണ്ട്. xt-യിൽ OTP വന്നു. കോപ്പി ചെയ്യാം. വീണ്ടും xt എടുക്കുക, ഫിംഗർ വെച്ച് കൊടുക്കുക, പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് ആകുന്നില്ല. പേസ്റ്റ് ആകുന്നില്ല. അപ്പം നമ്മളത് നോക്കിയിട്ട് അടിച്ചു കൊടുക്കുക. 78 44 32. 78 44 32 അടിച്ചു കൊടുക്കുക. അത് ഓക്കെ ആയി. ഇനി ഗൂഗിൾ ഒതൻറ്റിക്കേറ്ററും കൂടെ വേണം കേട്ടോ. അതൊക്കെ നമ്മൾ പിന്നെ എന്താ ചെയ്യുക, വെരിഫിക്കേഷന് വേണ്ടി നമ്മൾ തന്നെ ചെയ്തു വെച്ചതാണ്. ഒതൻറ്റിക്കേറ്റർ എടുത്തു. XT-ലല്ലതാ, ബിറ്റ്മാർട്ട്, XT, അപെക്സ്, അതിൻ്റെ ഒക്കെ ഗൂഗിൾ ഒതൻറ്റിക്കേറ്റർ ഉണ്ട്. വലതുഭാഗത്ത് ഇങ്ങനെ കറങ്ങുന്നുണ്ടല്ലോ, അത് കറങ്ങിയ ഫുള്ളാകുമ്പോൾ പുതിയതായിട്ട് വരുന്നതാ. ഇനി കൊടുക്കുക. ഒറ്റ ക്ലിക്ക് കൊടുത്താൽ തന്നെ അത് കോപ്പി ആവും. തിരിച്ചുകൂടെ വരിക, പേസ്റ്റ് കൊടുക്കുക. പേസ്റ്റ് ആവാത്തതിൻ്റെ കാര്യം ഇത് അവിടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, പേസ്റ്റ് വന്നു. അത് ഓക്കെ, റെഡി ആയി. കണ്ടോ, അത് പോയി കഴിഞ്ഞു. വിഡ്രോ ഇൻ പ്രോസസ്. 442.87 പ്രോസസ്സിലാണ്. വിഡ്രോ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടി ഇടയിൽ കാണിക്കേണ്ടത് എടുക്കാം. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. സേവ് അഡ്രസ്. സേവ് അഡ്രസ് നമുക്ക് വേണമെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം. ഓക്കെ, അതിലൊന്നും കാര്യമില്ല. ഫസ്റ്റ് വാച്ചിൽ വന്നോ നോക്കാം നമുക്ക്. വന്നു, കണ്ടില്ലേ? 5700 ഉണ്ടായിരുന്നത് ഇവിടെ 6000 ആയി. ഓക്കെ, കറക്റ്റ് അല്ലേ? 5700 ഉണ്ടായിരുന്നത് 6148 ആയി. ഹിസ്റ്ററി നോക്കാം, ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ. ഇതാ കണ്ടോ, മുകളിൽ ട്രാൻസ്ഫർ ചെയ്തു. 440.87 അപെക്സ് ഇവിടെ വന്നു. $93 അപെക്സ് ഉണ്ട്. മുകളിൽ മെസ്സേജ് വന്നു, നോട്ടിഫിക്കേഷൻ, ട്രസ്റ്റ് വാലറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു, നിങ്ങൾക്ക് ഇത്ര അപെക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇനി അതുപോലെ നമുക്ക് BNB കൊണ്ടുവരണ്ടേ? BNB ഇവിടെ ചെറിയൊരു BNB ഉണ്ട്, ഒരു $1.5 BNB ഇവിടെ ഉണ്ട്. എന്നാലും ബാക്കിയും കൂടെ ഞാനിവിടെ കൊണ്ടുവന്ന് നോക്കണം. ഇതുപോലെ ആവശ്യം വരും. അപ്പം അതിന് വേണ്ടിയിട്ട് സെയിം എന്ത് ചെയ്യണം, ഈ റിസീവ് അഡ്രസ്സ് എടുക്കുക. നമ്മളിങ്ങോട്ട് കൊണ്ടുവരില്ലേ, അപ്പോൾ അതുകൊണ്ട് റിസീവ് അഡ്രസ്സ് എടുക്കുക, കോപ്പി ചെയ്യുക, xt എടുക്കുക, അസറ്റ് എടുക്കുക, BNB കാണുന്നു, BNB സെലക്ട് ചെയ്യുക. ഇവിടുന്ന് കൊണ്ടുപോകല്ലേ, അപ്പോൾ വിഡ്രോ അല്ലേ, വിഡ്രോ കൊടുക്കുക. ഓൺ ചെയിൻ ആണ്. അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, മുകളിലേക്ക് കാണുന്ന സ്ഥലത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നെറ്റ്വർക്ക് ഓട്ടോമാറ്റിക് വന്നിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ചൂസ് കൊടുക്കുക, BNB സ്മാർട്ട് ചെയിൻ. BNB സ്മാർട്ട് ചെയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എത്ര BNB എന്നുള്ള വിഡ്രോൽ എമൗണ്ട് കൊടുക്കണമല്ലോ. നമ്മൾ അവിടെ കൊടുത്ത പോലെ, അപെക്സ് കൊടുത്ത പോലെ ഓൾ എന്ന് കൊടുക്കുകയാണ്. നിലവിൽ ഇവിടെ ഉള്ള മുഴുവൻ BNB. അപ്പോൾ അവരെന്തോ പ്രശ്നം പറയുന്നുണ്ടല്ലോ.
ദ ക്വാണ്ടിറ്റി കനോട്ട് ബി ലെസ് ദാൻ മിനിമം വിഡ്രോവൽ എമൗണ്ട്. 0.1 പോരാ, 0.13 ഉള്ളൂ, 0.15 എങ്കിലും വേണമെന്നാണ് അവർ പറയുന്നത്. 0.15 എങ്കിലും വേണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൽ നിന്ന് ഇതുവരെ പർച്ചേസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് ആ വിഷയം വന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും പർച്ചേസ് ചെയ്ത് അത് 0.15 എങ്കിലും ആക്കി വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ ഇതേ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് സാവധാനം ചെയ്തോളാം. അപ്പോൾ നമ്മൾ ട്രസ്റ്റ് വാലറ്റ് എടുക്കുക. ട്രസ്റ്റ് വാലറ്റിൽ എടുത്തിട്ട് എന്താ ഇവിടെ ഇപ്പം എനിക്ക് APX ഉണ്ട്, BNB എല്ലാം ഇതിലുണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ളത് ഇതിലുണ്ട്. ഇനി നമ്മൾ phase 2 എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം.